അപ്പോൾ ക്രിസ്തീയ മതവിശ്വാസികൾ ഇപ്പോൾ പരിഹാസത്തോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ യേശുക്രിസ്തുവിലല്ലേ വിശ്വസിക്കുന്നത്? അല്ല പ്രിയപ്പെട്ടെ, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന എന്തിനാണ്? നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂട്ടുവാന്, നിങ്ങളുടെ കടം വീട്ടുവാന്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന്, ജോലിക്ക്, അങ്ങനെ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിരന്തരം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പ്രിയപ്പെട്ടെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിലെ ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആനുമേലവൻ തൂങ്ങിക്കിടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നിനക്ക് സമ്പത്തുണ്ടാക്കാനോ അവൻ മരിച്ചത് സ്വർഗത്തിലെ സ്വർണ്ണ തെരുവീതികളും സ്വർഗത്തിലെ കോടാനുകോടി ദൂതന്മാരുടെ ആരാധകളും വിട്ടുകളഞ്ഞ് അവനൊരു പാപിയെ പോലെ താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഈ ലോകത്തിലെ സകല പാപികളുടെയും പാപച്ചുമട് ഏറ്റുകൊണ്ട് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണം അവൻ ഏറ്റത് നിന്റെ ബാങ്ക് ബാലൻസിന് വേണ്ടിയിട്ടല്ല, നിന്റെ ജോലിക്ക് വേണ്ടിയിട്ടല്ല, നിന്റെ ഭവനം പണിയാൻ വേണ്ടിയിട്ടല്ല, പിന്നെ എന്താണ്? അതായത് ഭൗതിക ഭവനം പണിയാൻ വേണ്ടിയിട്ടല്ല. പ്രിയപ്പെട്ട, ഒരു മനുഷ്യന് സാധ്യമാകാത്ത മരണത്തിൽ നിന്ന് ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ ഒരു വൈദ്യനോ നിന്നെ രക്ഷിപ്പാൻ കഴിയാത്ത പാപമോചനത്തിനായിട്ട് ദൈവത്തിന്റെ മുമ്പിലുള്ള നിത്യമായിരിക്കുന്ന മരണത്തിൽ നിന്ന് രക്ഷിപ്പാന്, അല്ലെങ്കിൽ നിത്യജീവനെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരേണ്ടത് അത്രേ യേശുക്രിസ്തു സ്വർഗം വിട്ടിറങ്ങി വന്നത്.